ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിച്ചു കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിക്കുന്ന എന്തിനാ അപ്പം നമ്മൾ പറയാം നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി ചിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഇറങ്ങിപ്പോയാലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയത് കൈക്കുഞ്ഞുങ്ങളും കൊണ്ട് ഇറങ്ങിയത് കച്ചവട തന്ത്രമായിട്ടാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. നമുക്ക് അതിന് പിന്നെ വൈറലാവാൻ വേണ്ടിയിട്ടൊന്നുമല്ല. നമ്മൾ നമ്മുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് ഈ പൊതി വിറ്റിട്ട് പോയാലേ നമുക്ക് നാളെ തന്നെ ഉണ്ണാൻ പറ്റത്തുള്ളൂ. നമ്മളിങ്ങനെ നിൽക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ള രീതിയിൽ പോകുന്ന പെണ്ണുങ്ങളാന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പേര് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. പൈസയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചോ തന്നോളാം, പക്ഷെ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ആരും മുന്നിൽ കൈ നീട്ടാനോ എടുക്കാനോ ഒന്നും പോകുന്നില്ല. ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ടില്ല, 5 മണിയായി. കടങ്ങൾ തലയിൽ ഇഷ്ടം പോലെ, നമുക്ക് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാം ഒതുക്കിയിട്ട് ഒരു ദിവസം സമാധാനത്തോടെ കിടന്നുറങ്ങണം, അതാ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴത്തെ. നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാട് നിറഞ്ഞപ്പോഴാണ് 2 സഹോദരിമാർ ജീവിക്കുന്നതിനായി തെരുവിലിറങ്ങിയത്. വീട്ടിൽ നിന്നും തയ്യാറാക്കിയ ഭക്ഷണ പൊതികളാണ് ഇവർ അടൂർ ബൈപ്പാസ് റോഡിൽ വിൽക്കുന്നത്. ഇവരുടെ ജീവിതം വളരെ ദയനീയമാണ്. നമുക്ക് 2 സഹോദരിമാരാണ്, ഷഹാനയും ശ്രീജയുമാണ്. ഷഹാന അധ്യാപികയായിരുന്നു, ശ്രീജയായിട്ട് ഒരു നേഴ്സ് കൂടിയാണ്. പക്ഷെ ഇവർ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ പൊതിച്ചോറുകൾ വിൽക്കുന്നതിനായി ഇറങ്ങിയിരിക്കുന്നത്. അവരുടെ ജീവിതം നമുക്കിപ്പോൾ അവരോട് തന്നെ ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ചേട്ടത്തി ശ്രീജ, പിന്നെ ഇനി എനിക്കൊരു കുഞ്ഞും കൂടെ ഉണ്ട്, അവനെയും കൊണ്ടാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ 9 മാസമായി കച്ചവടം തുടങ്ങിയിട്ട്. 9 മാസത്തിൽ ആദ്യമൊക്കെ നമുക്ക് 10-70 പൊതിയൊക്കെ പൊക്കോണ്ടിരുന്നു. 70 പൊതി, പിന്നെ ചക്കയും മീനും ഉണ്ടായിരുന്നു, കപ്പയും മീനും. അപ്പം അങ്ങനെ ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് വീഡിയോസൊക്കെ വന്നു. അപ്പം നമ്മളെ പകുതി മുക്കാൽ നമ്മൾ വീഡിയോസിന് അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, നമുക്ക് ഇതുകൊണ്ടാണ് ഇറങ്ങിയേക്കുന്നത്. നമ്മളെ പിന്നെ ആൾക്കാർ ഓരോന്ന് പറയുമെന്നും പറഞ്ഞ് നമ്മളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ നമ്മുടെ കടബാധ്യത കൊണ്ടാണ് നമ്മൾ ഇത്രയും. മൈക്രോ ഫിനാൻസ് നമുക്ക് ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ പേർക്ക്, ചേട്ടത്തിയുടെ പേർക്ക്, പിന്നെ അമ്മയുടെ പേർക്കുണ്ട്. കടമെടുത്തത് എൻ്റെ ഭർത്താവിന് ഒരു 2018-2019 ഒരു ആക്സിഡന്റ് പറ്റിയായിരുന്നു പുള്ളിക്കാരന്. അപ്പം 12 ലക്ഷം രൂപയോളം നമ്മൾ ബന്ധുക്കാരുടെ കയ്യിൽ നിന്നും എല്ലാം മേടിച്ചിട്ടാണ് നമുക്ക് പുള്ളിക്കാരൻ്റെ ചികിത്സ നോക്കിയത്. അപ്പം അത് കഴിഞ്ഞപ്പം ഇവർ സാധനം നമ്മൾ പണമൊക്കെ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ മൈക്രോ ഫിനാൻസിൽ നിന്ന് എടുത്താണ് എല്ലാം കൊടുത്തത്, തിരിച്ചു വീട്ടിയത്. അതിപ്പം എൻ്റെ പേർക്കായി, പിന്നെ ചേച്ചിയുടെ പേർക്കായി, പിന്നെ അമ്മയുടെ പേർക്ക്, നമ്മുടെ എല്ലാവരുടെയും പേർക്കുണ്ട്. അപ്പോൾ എല്ലാവരെയും കൊണ്ടും പോലും അവിടെ ബാക്കിയുള്ളവരെല്ലാം ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ഞങ്ങൾ 2 പേരും ഉള്ളായിരുന്നു പോകാൻ ചെയ്യും. അപ്പോൾ എനിക്ക് ടെക്നോ പാർക്കിലായിരുന്നു ജോലി. അപ്പം കൊറോണ ആയപ്പോഴത്തേക്ക് ആ ജോലി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നുകൂടെ ബുദ്ധിമുട്ടായി. 10-26,000 സാലറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളങ്ങ് ഇറങ്ങി. കുഞ്ഞുങ്ങളെ വീട്ടിൽ നോക്കാൻ ആരുമില്ല. എല്ലാവരും ഇറങ്ങിപ്പോയാലേ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പം എല്ലാവരും ചോദിക്കുക, വീട്ടിൽ എല്ലാവർക്കും ജോലി ഉണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളെ അവിടെ കൊടുത്തിട്ട് വന്നുകൂടെ, കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളെ കൊണ്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് വന്ന് ചോദിച്ചു കുഞ്ഞുങ്ങളെ വെയിൽ കൊള്ളിക്കുന്ന എന്തിനാ അപ്പം നമ്മൾ പറയാം നമ്മുടെ ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടി ചിരിക്കും. അതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞില്ല. പിന്നെ ഫുഡൊക്കെ നമ്മൾ ആദ്യം നെയ്ച്ചോറും ബീഫും അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടായിരുന്നു കൊടുക്കുന്നത്, മുട്ട ബിരിയാണി അങ്ങനെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ പണിക്കാരൊക്കെ സാധാരണ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോറ് ചോദിച്ചു വന്നു. അങ്ങനെയാണ് നമ്മൾ പൊതിച്ചോറും കൊണ്ട് ഇറങ്ങുന്നത്. പൊതിച്ചോറും കൊണ്ട് ഇറങ്ങി ആദ്യമൊക്കെ 70 പൊതി 80 പൊതിയൊക്കെ പോകുമ്പോൾ നമുക്ക് റോൾ ചെയ്യാൻ പൈസ ഉണ്ടായിരുന്നു, നമ്മുടെ കൈ സാധനം മേടിക്കാനെല്ലാം. പക്ഷെ നമ്മൾ ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന പൊതിയും പോകുന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ മൈക്രോ ഫിനാൻസ് ഇതിപ്പോൾ വിൽക്കുന്നത് മൈക്രോ ഫിനാൻസ് അടച്ചിട്ട് നമ്മൾ പോവാം. നാളത്തേക്ക് സാധനം എടുക്കാൻ വേറെ ആരെങ്കിലും കയ്യിൽ കടം മേടിക്കും, വില കൂടുകയും ചെയ്തു. 10-3000 രൂപയുടെ സാധനം എടുത്താലും ഒരു ദിവസം നമുക്ക് തികയത്തില്ല. പിന്നെ ഇത് വിറ്റും കൂടെ പോയില്ലെങ്കിൽ അവസ്ഥ അറിയാമല്ലോ. നിങ്ങൾ റോൾ ചെയ്യാൻ പൈസ ഇല്ല. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടം കൊണ്ട് രക്ഷപ്പെടാനാ അങ്ങനാന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി പേര് വന്ന് പറഞ്ഞു ഞങ്ങൾ ഫുഡ് കൊള്ളാമെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും വീട്ടിലൂണോ അങ്ങനെ എന്തെങ്കിലും പരിപാടി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് കടങ്ങൾ തലയിൽ ഇഷ്ടം പോലെ, നമുക്ക് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. എല്ലാം ഒതുക്കിയിട്ട് ഒരു ദിവസം സമാധാനത്തോടെ കിടന്നുറങ്ങണം, അതാ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോഴത്തെ. ഞാനൊരു നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടായി, പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് ആക്സിഡന്റ് ഉണ്ടായി. പിന്നെ നമ്മൾ 3 പേരും വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിൽ പിന്നീട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല, ചേട്ടന് ജോലിക്കൊന്നും പോകാൻ പറ്റാതായി. കുറേ നാൾ ജോലിക്ക് പോകാൻ പറ്റില്ല. അന്നേരമാണ് നമ്മൾ ഈ സ്ഥാനത്തിന് ഇറങ്ങുന്നത് തന്നെ. കയ്യിൽ പ്ലാസ്റ്ററൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ചേട്ടന് കുറേ ബിരിയാണിയും കൊണ്ട് ആദ്യം ഇറങ്ങി തുടങ്ങിയത്.
അപ്പോഴാണ് പൊതിച്ചോറിനൊക്കെ ആൾക്കാർ ചോദിച്ചു വന്നപ്പോൾ നമ്മൾ പിന്നെ പയ്യെ അതിലോട്ട് ഇറങ്ങി. ആദ്യ സമയത്തൊക്കെ നല്ല കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഏരിയയിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ബിരിയാണി എല്ലാം നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ചോറ് ചോദിച്ചു വന്നപ്പം ആദ്യം നമ്മൾ ഒരു 10 എണ്ണൊക്കെ ഇറക്കി നോക്കി. അപ്പം പിന്നെ നല്ല കച്ചവടം ഉണ്ടെന്ന് തോന്നിയപ്പോൾ 70 പൊതിയോളം പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എല്ലാം നല്ല ആൾക്കാർ വാങ്ങുമായിരുന്നു. ഇപ്പോഴും നിങ്ങളെ തേടി ആൾക്കാർ വരാറുണ്ട്? ഇപ്പോഴും വരാറുണ്ട്. കറക്റ്റ് സ്ഥലം എവിടെയെന്ന് പറയോ? ഇത് അടൂർ ബൈപ്പാസ്, തിരുവനന്തപുരം കൊട്ടാരക്കര പോകുന്ന അടൂർ ബൈപ്പാസ് റോഡ്, കരുവാറ്റ പള്ളിക്കടുത്ത്, സിഗ്നലിന്റെ അടുത്ത്. അപ്പൊ നിങ്ങള് വലിയ വിഷമത്തിലാണ്. ഞാൻ വന്നപ്പോൾ തീർന്നിട്ടില്ല ചോറല്ലേ? സമയം 4-5 മണിയാവുന്ന ഇപ്പോഴും പൊതിയും ബിരിയാണിയും എല്ലാം അതുപോലെ തന്നെ ഇരിക്കുന്നേ ഉള്ളൂ. അന്നേരം നമുക്ക് നാളത്തേക്ക് ഇറങ്ങാനുള്ള സാധനം വാങ്ങിക്കാനുള്ള പൈസ കിട്ടത്തുള്ളൂ. സാധനത്തിന് ഇപ്പൊ പൊതുവെ നല്ല വില കൂടുതലുമായി. ഇത് തീർത്തിട്ട് നമ്മൾ വീട്ടിലോട്ട് ചെല്ലാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അല്ലേ? കാരണം വീട്ടു ചെലവിലും പോലും സാമ്പത്തിക കുറവായിരിക്കും. കഴിഞ്ഞ ദിവസം പക്ഷെ 4-5 മണി വരെ നിന്നിട്ടും പോയില്ല. പിന്നെ 10-20 പൊതിയോളം തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവസ്ഥ. അപ്പൊ അടുത്ത വീടുകളിലൊക്കെ കൊടുക്കാനേ പിന്നെ നിവർത്തിയുള്ളൂ. എല്ലാവരും ചോദിക്കുന്നതാണ്, ഇപ്പൊ ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് ജോലി കൊണ്ടല്ലോ, അപ്പൊ അങ്ങനെ കുടുംബം കഴിയത്തില്ലെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും. നമുക്കിപ്പം എന്താ പറയുന്നത്, 10 രൂപയുള്ള സാലറി. അപ്പൊ അതിന്റെ മേലെയാണ് നമുക്ക് കടം. അത് വെച്ച് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കടം തീർക്കാനുള്ള കിട്ടണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മളും എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ ഇറങ്ങി. എന്റെ മൊബൈൽ 2000 രൂപയ്ക്ക് വിറ്റിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സാധനം വാങ്ങിച്ചിട്ട് കച്ചവടത്തിന് ഇറങ്ങുന്നത്. പിന്നെ അതുപോലെ നമുക്കൊരു കുട ഉണ്ടായിരുന്നു, ഇപ്പൊ നമുക്കില്ല. നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു മഴ സമയമായിരുന്നു. അപ്പൊ നമ്മുടെ സാധാ കുട ഉണ്ടല്ലോ, അതൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതും പിടിച്ച് നമ്മൾ സാധനം പറക്കി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം കുറെ പേര് അത് കണ്ടിട്ട് പറഞ്ഞു നിങ്ങൾക്ക് കുട വാങ്ങിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു ദിവസവും ഓരോരുത്തർ വന്ന് പറഞ്ഞിട്ട് പറ്റിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ ആരെല്ലാം വാങ്ങിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയിൽ നിന്ന്, പക്ഷെ ഇങ്ങൊന്നും സഹായം കിട്ടിയില്ല. അപ്പൊ പിന്നെ നമ്മൾ കച്ചവടത്തിന് തന്നെ പൈസ മാറ്റി വെച്ച് ഒരു കുട വാങ്ങിച്ച്, അത് കുറെ നാൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നപ്പം, ഉച്ച സമയത്ത് വന്നപ്പം അതെല്ലാം ഒടിച്ച് നശിപ്പിച്ച് ഒരു പരുവാക്കിയിട്ടിരിക്കുന്നു. നമ്മളിപ്പോ ഇവിടെ നിൽക്കുവാണ്. നമുക്ക് അത് കാല് കഴിക്കണം. നമ്മൾ ഈ കമ്പിയുടെ മേലെ ഇരിക്കാനേ പറ്റുള്ളൂ. കസേര ഒന്നും ഇല്ല. നമ്മള് കസേര ദിവസവും കൊണ്ടുവന്ന അത് നമുക്ക് നടക്കത്തില്ല. ഇവിടെ വെച്ചിട്ട് പോകാനും നമുക്ക് പറ്റത്തില്ല. കാരണം പിറ്റേന്ന് വരുമ്പോൾ ആ സാധനം ഇവിടെ ഉണ്ടാവും നമുക്ക് ഒരുറപ്പും പറയാൻ പറ്റത്തില്ല. രാത്രി ആയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, കള്ളുകൂടിയും അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളൊരു ഏരിയ. സാധനം എല്ലാം പിറ്റേ ദിവസം കാണുമ്പോൾ നമുക്കൊരു ഉറപ്പും ഇല്ല. ഇവിടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് തോന്നി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ വന്നിട്ട് ടാർപ്പ് മേടിച്ച് കെട്ടി തന്നു. നമ്മളൊരു 2 ദിവസം അതിൻ്റെ അകത്ത് നിന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര മഴയുമായി, കുടയും ഇല്ല. ആ ടാർപ്പ് ആരാണ്ട് അടിച്ച് ഞങ്ങൾ അറുത്തെടുത്തോണ്ട് പോയേക്കുന്നു വന്നപ്പോഴത്തേക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ ഫ്ലെക്സ് വെക്കുന്ന കല്ല് വരെ എടുത്ത് അയ്യത്ത് കളയാം. ആ ഒരു ഇതാ. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയത് കൈക്കുഞ്ഞുങ്ങളും കൊണ്ട് ഇറങ്ങിയത് കച്ചവട തന്ത്രമായിട്ടാണെന്ന് ഒരുപാട് പേര് പറഞ്ഞു. നമുക്ക് അതിന് പിന്നെ വൈറലാവാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. നമ്മൾ നമ്മുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് ഈ പൊതി വിറ്റിട്ട് പോയാലേ നമുക്ക് നാളെ തന്നെ ഉണ്ണാൻ പറ്റത്തുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളെ വിളിച്ച് നമ്മളിങ്ങനെ നിൽക്കുന്നെന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളൊരു രീതിയിൽ പോകുന്ന പെണ്ണുങ്ങളാന്നുള്ള രീതിയിൽ നമ്മൾ ഒരുപാട് പേര് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. പൈസയുടെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചോ തന്നോളാം, പക്ഷെ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം എന്നും പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരടുത്തൊക്കെ പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലും കാണും അമ്മയും പെങ്ങന്മാരും എല്ലാം. അപ്പം ദയവ് ചെയ്ത് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങുന്നു, നമ്മളെ ഉപദ്രവിക്കരുത്. അത്രേ പറയാനുള്ളൂ, വേറൊന്നും പറയില്ല. പിന്നെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് അറിയാം. ഈ പ്രായത്തിൽ ഞങ്ങൾ ആരും മുന്നിൽ കൈ നീട്ടാനോ എടുക്കാനോ ഒന്നും പോകുന്നില്ല. ഞങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഉപദ്രവിക്കരുത്, അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇപ്പൊ ഇതാ. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ഇപ്പൊ അന്നം ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വിറ്റുകൊണ്ട് ഇറങ്ങുന്നത്. കാരണം നമ്മളല്ലാണ്ട് മോശം രീതിയിൽ പോകുന്ന പെണ്ണുങ്ങളോ അങ്ങനെയൊന്നും അല്ല. അതെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുമ്പോൾ ഒരുപാട് പേരുണ്ട് ഞങ്ങളെ സഹായിക്കുന്നത്. അവർക്ക് ഫുഡ് ചിലപ്പോൾ വിശപ്പ് കാണത്തില്ല, പക്ഷെ അവർക്ക് വേണ്ടിയിട്ടല്ല അവർ വന്ന് മേടിക്കുന്നത്. ഞങ്ങൾക്കൊരു സഹായിക്കോട്ടെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കാർ നിർത്തിയിട്ട് മക്കളെ ഇന്ന് 100 രൂപ അധികം വെച്ചോ എന്ന് പറഞ്ഞ് തരുന്ന അമ്മമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. നമ്മള് ഇതുവഴി പോകുന്നവര് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പൊതി എടുത്ത് ഞങ്ങൾക്ക് അത്രയും നല്ല. ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്, ഈ പോകുന്ന കാറിൽ എല്ലാ കാറുകാരും ഓരോ പൊതി മേടിച്ച് ഞങ്ങൾക്ക് എളുപ്പം വീട്ടിൽ പോവാം. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു തയ്യാറാക്കാൻ ഒരുപാട് കഷ്ടപ്പെടണം. ഇതിപ്പോ നമുക്ക് പൊതിച്ചോറ് മാത്രമല്ല, ബിരിയാണി ഉണ്ട്, കപ്പ വേവിച്ചതും മീൻകറിയും ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നോ? ഞങ്ങൾ ഇപ്പൊ കഴിച്ചിട്ടില്ല. 5 മണിയായി കഴിച്ചില്ല. നമ്മള് 12 മണിയാകുമ്പോ ഇവിടെ എത്തുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോഴും വിഷമമുണ്ട്. പക്ഷെ നമ്മളെ ഇങ്ങനെ നിർത്തി
കുഞ്ഞുങ്ങളെ കഷ്ടപ്പെടുന്ന അങ്ങനൊന്നും നമ്മൾ വിചാരിച്ചല്ല. ഒരാൾ അംഗനവാടി വിട്ടിട്ടാണ് വരുന്നത്. അയാൾ 4 വയസ്സുണ്ട്, അയാൾ കാര്യം പറഞ്ഞു തുടങ്ങിയില്ല ഇതുവരെയ്ക്ക്. 2.5 വയസ്സോട്ട് ഞാൻ അംഗനവാടി വിടുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന് ഇവിടെ നിർത്തി കച്ചവടം തന്ത്രമെന്ന് പറയാം. അങ്ങനെയൊന്നും അല്ല. നമ്മുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി നമ്മൾ നമ്മളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് വരാൻ ആരുമില്ല. അതാണ് മെയിൻ കാര്യം. നല്ലൊരു കട ഒരു പക്ഷെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലേ? ആത്മവിശ്വാസമാണ്, തീർച്ചയായിട്ടും ഉണ്ട്. ഇനി പിന്നെ അതപ്പം നമ്മൾ ഇപ്പൊ ഇതിന് മേളിൽ കടവാവും. ഇപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതാ. ഏതായാലും നിങ്ങൾ വീട്ടിലിരിക്കാൻ തയ്യാറല്ല, ഒരു ജോലിയായിട്ട് നിങ്ങൾ ഇറങ്ങിയേക്കുന്നതാണ് അല്ലേ? അതൊരു അഭിമാനമാണ്. അഭിമാനം തന്നെ. ഏറെ കഷ്ടപ്പെട്ടാണ് തങ്ങളുടെ കുഞ്ഞുങ്ങളുമായി എത്തി ഇവർ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അതിനിടയിൽ ഇവരെ ഫോണിൽ വിളിച്ച് ദുരുദ്ദേശപരമായൊക്കെ ആളുകൾ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവർ ആരുടെയും മുന്നിൽ കൈനീട്ടുന്നതിനല്ല, സ്വന്തമായി അധ്വാനിച്ച് ഇവർ തെരുവിലിറങ്ങി അവരുടെ ജീവിത മാർഗം അത് മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഇനിയും ഇവർക്ക് ഈ പ്രസ്ഥാനം വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ സഹായം ആവശ്യമാണ്. ആരെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ അത് ചെയ്യുക. മാത്രമല്ല അടൂർ ഈ കായംകുളം ബൈപ്പാസ് വഴി കടന്നു പോകുമ്പോൾ ഇവരുടെ ഒരു ഭക്ഷണപ്പൊതിയെങ്കിലും വാങ്ങി ഇവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് ഈ സഹോദരിമാർ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, അടൂർ.